ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഇരട്ട ജീവപര്യന്തം ശിക്ഷ ചോദ്യം ചെയ്ത 6 പ്രതികളും വിചാരണ കോടതി വെറുതെ വിട്ടിട്ടും ഹൈക്കോടതി ശിക്ഷിച്ച 2 പ്രതികളുമാണ് അപ്പീൽ നൽകിയത്. 12 വർഷമായി ജയിലിലാണെന്നും ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് ടി.പി. കേസ് പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഹൈക്കോടതി ഉയർത്തിയത്. 20 വർഷത്തിനിടെ പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകരുതെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതി കുറ്റക്കാരായി കണ്ടെത്തിയ 10ഉം 12ഉം പ്രതികളായ കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ഹൈക്കോടതി വിധിച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയും നൽകിയ ഹർജികളിലായിരുന്നു കോടതി ഉത്തരവ്. ഇതിനെതിരെയാണ് 8 പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയുണ്ടായ 2014 ജനുവരി മുതൽ പ്രതികൾ ജയിലിലാണ്. 1 മുതൽ 5 വരെ പ്രതികൾക്കും 7-ാം പ്രതിക്കുമെതിരെ വിചാരണ കോടതി ഗൂഢാലോചനാ കുറ്റം ചുമത്തിയിരുന്നില്ല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ ഇവർക്കെതിരെ കൊലപാതകത്തിനുള്ള ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് വിധിച്ചിരുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, ആയുധങ്ങളുമായി കലാപമുണ്ടാക്കൽ, സ്ഫോടക നിയമം തുടങ്ങിയ മറ്റു കുറ്റങ്ങൾക്ക് കുറഞ്ഞ ശിക്ഷ വിധിച്ചെങ്കിലും ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നും വ്യക്തമാക്കിയിരുന്നു. അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊലപാതക കുറ്റം കൂടാതെ ഗൂഢാലോചന കേസിലും ഇവർ 6 പേർ പ്രതികളാണെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് 1 ജീവപര്യന്തം തടവ് ശിക്ഷ കൂടി ഇവർക്ക് വിധിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.